BJP സംസ്ഥാന ഭാരവാഹി യോഗവും സംഘടനാ പർവം സംസ്ഥാനതല ശില്പശാലയും കൊച്ചിയിൽ ആരംഭിച്ചു. സംഘടനാ സംവിധാനം ചിട്ടപ്പെടുത്തുന്ന നടപടികളുടെ ഭാഗമായാണ് യോഗം. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയെ സംരക്ഷിക്കുകയെന്നാവശ്യപ്പെട്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന ഭാരവാഹി യോഗം ആരംഭിച്ചത്. അർബൻ നക്സലുകളെ കൂട്ടുപിടിച്ച് ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. 370 വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്, ഐക്യത്തിന്, അഖണ്ഡതയ്ക്കെല്ലാം ദോഷകരമായി ബാധിക്കും എന്നുള്ള ശരിയായ നിലപാടെടുത്ത ആളാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. പക്ഷേ അംബേദ്കറെ പോലും മറികടന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ താല്പര്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പായി. തുടർന്ന് അങ്ങോട്ട് എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ഒരു തരത്തിലും വിലമതിക്കാത്ത, ഒരു തരത്തിലും ബഹുമാനിക്കാത്ത ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തത്. എറണാകുളം മറൈൻ ഇൻ ഹോട്ടലിലാണ് യോഗവും ശില്പശാലയും നടക്കുന്നത്. അംഗത്വ പ്രചരണവും സജീവ അംഗത്വ പ്രവർത്തനങ്ങൾക്കും ശേഷം ബൂത്ത് തലം മുതലുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പുകളിലേക്ക് പാർട്ടി കടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവിധ റിട്ടേണിംഗ് ഓഫീസർമാർക്കുള്ള ഏകദിന ശില്പശാലയുമാണ് ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ്. ഡിസംബർ, ജനുവരി മാസങ്ങളിലായി ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പുനഃസംഘടനകൾ നടത്തും. BJP മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ എന്നിവരും BJP സംസ്ഥാന ഉപാധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ അധ്യക്ഷന്മാർ തുടങ്ങിയവരും റിട്ടേണിംഗ് ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജനം, കൊച്ചി.